കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ത്രിപുരം കുടുംബത്തിലുള്ള എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ. പ്രത്യേകിച്ച് ശ്രീകാന്തിനും സരളാമ്മയ്ക്കും. അവർ കാരണമാണ് രണ്ട് വാക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത്. കൃഷ്ണ അവർക്ക് എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ത്രിമധുരം കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ ഗുരുവായൂർ ഏകാദശി ആശംസകൾ. പ്രത്യേകിച്ച് ശ്രീകാന്തിനും സരളമ്മയ്ക്കും. അവർ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് വാക്ക് പറയാൻ സാധിക്കുന്നത്. ഡിസംബർ 1 ഏകാദശി ദിവസം മഹാഗീതാദാനമാണ്. ഗുരുവായൂരിൽ ഏകാദശി ദിവസം ഗുരുവായൂർ ഭഗവത്ഗീത ദാനം ചെയ്യുന്നത് ഏറെ പുണ്യപ്രദമാണ്. മക്കളുടെ ദീർഘായുസിനും ശ്രേയസിനും വേണ്ടി ഏറെ അമ്മമാരാണ് ഭഗവാന്റെ മുന്നിൽ എത്തിച്ചേരുന്നത്. തളർന്നിരുന്ന അർജുനന് ഭഗവാൻ ഗീത പകർന്നു കൊടുത്ത ഈ പുണ്യദിനത്തിൽ കണ്ണൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഒരു ഗീതയെങ്കിലും ദാനം ചെയ്യാൻ കഴിഞ്ഞാൽ എല്ലാ അഭീഷ്ടങ്ങളും നിറവേറ്റി ആ ഭക്തന് ദീർഘായുസോടെ ഭഗവാൻ കാത്തുരക്ഷിക്കും എന്ന വിശ്വാസവും കൃഷ്ണ ഗുരുവായൂരപ്പ അതാണ് എല്ലാം കാത്തുരക്ഷിക്കുന്നതെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ത്രിമധുരൻ ഗ്രൂപ്പിൽ വന്നതും ഇങ്ങനെയൊക്കെ ഒരവസരം കിട്ടിയതിലും ഭഗവാനോടും ശ്രീകാന്തിനോടും വളരെയേറെ നന്ദി പറയുന്നു. കൃഷ്ണ ഇന്ന് ഗുരുവായൂർ പോകുന്ന എല്ലാവർക്കും ഭഗവാനെ കണ്ടൊന്ന് തൊഴാനും ഒരു തിരിയെങ്കിലും കത്തിക്കാനും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ.